പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്ലാനിൽ കോൺഗ്രസിൽ രണ്ടഭിപ്രായം. രാഷ്ട്രീയകാര്യ സമിതിയിൽ അല്ലാതെ എവിടെയാണ് പ്ലാൻ അവതരിപ്പിക്കേണ്ടത് എന്നാണ് വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നത്. പാർട്ടി അറിയാതെ വി.ഡി. സതീശൻ സർവേ നടത്തിയെന്ന ആക്ഷേപം ചിലർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച പ്ലാൻ 63-നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ. നിലവിൽ കോൺഗ്രസ് ജയിച്ച 21 സീറ്റുകൾക്ക് പുറമെ അടുത്ത 42 സീറ്റുകൾ കൂട്ടിച്ചേർത്ത് 63 സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടണമെന്നതാണ് വി.ഡി. സതീശന്റെ പ്ലാൻ. ഇതിനായി വി.ഡി. സതീശൻ രഹസ്യ സർവേയും നടത്തി. ഈ ആശയം രാഷ്ട്രീയകാര്യ സമിതിയിൽ മുന്നോട്ട് വെച്ചതിൽ പിഴവില്ല എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. രാഷ്ട്രീയകാര്യ സമിതിയിലല്ലാതെ മറ്റെവിടെയാണ് ഇത്തരം ആശയങ്ങൾ അവതരിപ്പിക്കുക എന്നാണ് വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നവരുടെ ചോദ്യം. എന്നാൽ പാർട്ടി അറിയാതെ നടത്തിയ സർവേ അച്ചടക്ക ലംഘനമെന്ന് എതിർവിഭാഗവും വാദിക്കുന്നു. 63 എന്ന കണക്ക് എന്തടിസ്ഥാനത്തിലെന്നാണ് ഇവരുടെ ചോദ്യം. 63 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സർവേ നടത്തിയതായി അറിയില്ലെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അങ്ങനെ ഒരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയില്ല. ഞാൻ അന്ന് ഓൺലൈനിലാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഓൺലൈനിൽ അവസാനം വരെ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ഓൺലൈനിന്റെ സാങ്കേതികമായ തകരാറുള്ളതുകൊണ്ട് അവസാനം വരെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പാർട്ടി ഒരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയില്ല. നേതൃമാറ്റ ചർച്ചകളിലും നേതാക്കൾ പല തട്ടിലാണ്. നേതൃമാറ്റത്തിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഹൈക്കമാൻഡിനാണെന്ന് കെ മുരളീധരൻ 24-നോട് പറഞ്ഞു. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഹൈക്കമാൻഡിനുണ്ടല്ലോ. അതേസമയം രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ വിവരങ്ങൾ പുറത്തുപോകുന്നതിൽ പ്രതിപക്ഷ നേതാവ് കടുത്ത അതൃപ്തിയിലാണ്. ഏറ്റവും ഗൌരവമുള്ള ഫോറത്തിന്റെ വിവരങ്ങളെങ്കിലും രഹസ്യമാകണ്ടേ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. സംയുക്ത വാർത്താ സമ്മേളനം വൈകുന്നതിന് പിന്നിലും വാർത്ത ചോർന്നതിലെ അതൃപ്തി എന്നാണ് സൂചന. സലിം മാലിക്, 24, തിരുവനന്തപുരം.